വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സുനീറിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ആൾ വരും. എന്താണ്? ആര് വരട്ടെ, ജനാധിപത്യത്തിൽ ആര് വേണമെങ്കിൽ മത്സരിക്കാമല്ലോ. എല്ലാവർക്കും സ്വാഗതം. വരുന്നവരുടെ പശ്ചാത്തലവും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും വിലയിരുത്തി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കും. ഈ വയനാട് ഇത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞങ്ങൾ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാരെ അഹങ്കാരം പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ സുനീറിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കോൺഗ്രസ്സുകാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ജനങ്ങളും തീർച്ചയായും അതിനൊരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, സുനീർ നേരത്തെ പൊന്നാനിയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. ആ ഒരു കഥയൊക്കെ കഴിഞ്ഞ് ഈ വയനാട്ടിലേക്ക് വരുന്നു. ഏറനാടും നിലമ്പൂരും വണ്ടൂരും ഒക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലം എന്ന് പാർട്ടിയെ നോക്കിയാൽ നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ എങ്ങനെ? പക്ഷെ അതൊക്കെ പഴയകാല ചരിത്രമാണ്. ഇപ്പോൾ നിലമ്പൂരൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 2014 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 7 UDF MLA-മാരും 3 പേര് മന്ത്രിമാരായിരുന്നു. ഒരു സ്വകാര്യ കാര്യം ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞപ്പോൾ സുനീറിൻ്റെ മനസ്സിലെന്തായിരുന്നു? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശീയ നേതാക്കളോട് മത്സരിച്ച് പാരമ്പര്യമുള്ളൊരു പൊതുപ്രവർത്തകനാണ്. GM അനാത്വാലക്കെതിരെയാണ് 99 മത്സരിച്ചു. E അഹമ്മദിനെതിരെ 2004 മത്സരിച്ചു. ഏകദേശം അതേപോലെ തന്നെയുള്ള മത്സരം, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നൊരു മത്സരം വയനാട്ടിലുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവിടെ കാനം രാജേന്ദ്രൻ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു, സ്ഥാനാർത്ഥിയെ മാറ്റിക്കളയും. അപ്പോഴത്തേക്ക് കാനം രാജേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ സുനീർ തന്നെ അവിടെ മത്സരിക്കും, സുനീറിനോട് തോക്കാനായിരിക്കും വിധി. ആ ഒരു ആത്മവിശ്വാസം സുനീറിനുണ്ടോ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ ഒരു കടുത്ത അമർഷമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു നിലവിലുണ്ടായിരുന്നൊരു സാഹചര്യം അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ ജനങ്ങൾ സ്വാഭാവികമായും അത് തിരസ്കരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു വാട്ടർലൂ അത് വയനാട്ടിലായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന് ഇന്നോ നാളെയോ പ്രഖ്യാപനം വരാം. വന്നില്ലെങ്കിൽ സിദ്ദിഖായിരിക്കാം കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ രണ്ട് സാഹചര്യങ്ങളെ രാഹുൽ വന്നാൽ എങ്ങനെ നേരിടും? പിന്നെ രാഹുൽ വരുന്നില്ലെങ്കിൽ സിദ്ദിഖാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എങ്ങനെ സുനീർ അത് നേരിടും? ആ ഒരു കാര്യം കൂടി. രണ്ടായിരം പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ മണ്ഡലത്തിലെ നിലവിലുള്ളൊരു സാഹചര്യമാണ്. നിലവിൽ 10 വർഷക്കാലമായി ഇവിടെ ഒരു MP-യുടെ സാന്നിധ്യമില്ല. അദൃശ്യനായ ഒരു ജനപ്രതിനിധിയെക്കുറിച്ചാണ് വയനാട്ടുകാർ ഇതുവരെ സംസാരിച്ചു വരുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണം എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വളരെ ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ സ്വാഭാവികമായി വലിയൊരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകേണ്ടി വരും. കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്താണ് ഈ മത്സരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം? രാജ്യത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്ന സന്ദേശം എന്താണ്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഏകദേശം 4.5 പതിറ്റാണ്ടോളം കാലം സ്വന്തം കുടുംബ സ്വത്ത് പോലെ കൈകാര്യം ചെയ്തിരുന്ന അമേഠി പോലൊരു മണ്ഡലത്തിൽ ഒന്നുകിൽ അമേഠിയിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അമേഠിയെ വിശ്വാസമില്ല. അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ കോൺഗ്രസിനെ കാണുന്ന ഈ വയനാട് പോലെ മണ്ഡലത്തിൽ വന്ന് ഈ ദേശീയ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരെ മതേതര ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഒരു ഒളിച്ചോട്ടമാണ് നടത്തുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ വിഭാഗം ആളുകൾ അംഗീകരിക്കും. സുനീർ ഇവിടെ ജയിക്കുകയാണെങ്കിൽ, സുനീർ അവിടെ പോയാൽ രാഹുൽ ഗാന്ധി UP-യുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൈവെക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചതായാലും അവിടെ വരില്ല. അമേഠിയിൽ മുൻകൂട്ടി പരാജയം സംബന്ധിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി വരുമ്പോൾ ആലോചിക്കാം.